ആലപ്പുഴയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ചതായി പരാതി. ആലപ്പുഴ കായംകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്കെതിരെയാണ് പരാതി. ഭരണിക്കാവ് സ്വദേശികളായ അതുല്യ, അജീഷ് ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത്. അജീഷിന്റെ പരാതിയിൽ കായംകുളം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സുധീഷ് ഗോപാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുധീഷ്, എന്താണ് അവിടെ സംഭവിച്ചത്? ഈ പരാതിയിൽ സുധീഷ് ചൂണ്ടിക്കാണിക്കുന്നത് എന്തൊക്കെയാണ്? ഗൗതം, ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഭരണിക്കാവ് സ്വദേശിയായ അജീഷ്, അതുല്യ ദമ്പതികളുടെ കുട്ടിയാണ് പ്രസവത്തെ തുടർന്ന് മരണപ്പെട്ടത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഇവിടെ ചികിത്സ കായംകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്ന അതുല്യ 22-ന് ഈ പ്രസവ വേദനയെ തുടർന്ന് ഇവിടെ ചികിത്സയ്ക്ക് എത്തിയിരുന്നു. എന്നാൽ ചികിത്സ നൽകാതെ മടക്കി അയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വീണ്ടും പ്രസവ വേദന ഉണ്ടായതിനെ തുടർന്ന് എത്തുകയും സിസേറിയൻ നടത്തുകയും കുട്ടിയെ പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് വളരെ കുറവാണ് എന്ന് പറഞ്ഞ് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടി മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത് ആദ്യഘട്ടത്തിൽ വേണ്ട ചികിത്സ ലഭ്യമാക്കാഞ്ഞതിനെ തുടർന്നും അവിടുത്തെ ഡോക്ടർമാരുടെ ചികിത്സയിൽ ഉണ്ടായ പിഴവുമാണ് ഈ നവജാത ശിശുവിന്റെ മരണത്തിന് കാരണമെന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഭരണിക്കാവ് സ്വദേശിയായ അജീഷ് ഇത് സംബന്ധിച്ച് കായംകുളം പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് മരണകാരണമെന്ന് വ്യക്തമാവൂ. എന്തുതന്നെയായാലും ആദ്യഘട്ടം മുതൽ ഈ പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട് അതുല്യ ചികിത്സ തേടിയിരുന്നത് കായംകുളം കല്ലുമൂടിലുള്ള ഈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലായിരുന്നു. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാണ് ഈ കുട്ടിയുടെ മരണത്തിന് കാരണം എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആൺകുട്ടിയാണ് മരണപ്പെട്ടത്. ഈ കുട്ടിയെ കല്ലുമൂട് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്നും വണ്ടാനം ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിന് ഇടയിലാണ് മരണപ്പെട്ടത്. എന്നാൽ അവിടെ നിന്ന് ഇറക്കുമ്പോൾ തന്നെ ആരോഗ്യനില വളരെ മോശമായിരുന്നു എന്നതാണ് ആരോപിക്കപ്പെടുന്നത്. എന്തുതന്നെയായാലും ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇതിന്റെ യഥാർത്ഥ കാരണം എന്തെന്ന് വ്യക്തമാവുകയുള്ളൂ. ഗൗതം, സുധീഷ്, അതായത് ഈ വലിയ പ്രതിഷേധം ആരോഗ്യ വകുപ്പിനെതിരെ ഉണ്ടാവുകയാണ്. നമുക്കറിയാം, വീണ ജോർജിനെതിരെയൊക്കെ വ്യാപകമായ പ്രതിഷേധം യുവജന സംഘങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടക്കുന്നു. കാരണം കഴിഞ്ഞ ഒരു 2 ആഴ്ചത്തെ വാർത്തകൾ മാത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ വിവിധ സർക്കാർ ആശുപത്രിയിൽ ചികിത്സാ പിഴവുകളുടെയും അനാസ്ഥയുടെയും തുടർച്ചയുള്ള വാർത്തകൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം വാർത്തകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നില്ല. ഇവിടെ ഉയരുന്ന പ്രതിഷേധങ്ങളിൽ നിന്നും ആരോഗ്യവകുപ്പ് ഒന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നതിന്റെ ഏറ്റവും അവസാന ഉദാഹരണമായി വേണമല്ലോ നമ്മൾ ഈ ആലപ്പുഴയിലെ ഈ സംഭവത്തെ, ഈ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തെ നോക്കിക്കാണാൻ. ജീവിതം അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പ്രസവ ചികിത്സയ്ക്കിടെ തന്നെ മരണപ്പെട്ടത് എത്ര പേരാണെന്ന കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ എത്ര കണ്ട് വലിയ രീതിയിലുള്ള അനാസ്ഥകൾ ഇല്ലെങ്കിൽ വീഴ്ചകൾ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്നു എന്ന് വ്യക്തമാകുന്നതാണ്. അത് സ്വകാര്യ മേഖലയിലായാലും സർക്കാർ മേഖലയിലായാലും ഈ രണ്ടിടത്തും ഇത്തരം പ്രശ്നങ്ങളെ പരിഹാരം കാണുന്നതിൽ ആരോഗ്യ വകുപ്പ് പൂർണ്ണ പരാജയമാണ് എന്നത് തന്നെയാണ് ഇതിലൂടെ എല്ലാം വ്യക്തമാകുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവിൽ ഒന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു സംഭവം നമുക്ക് കണക്കാക്കേണ്ടത്. ഈ രീതിയിൽ, എന്നാൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരം ചികിത്സാ പിഴവ് വരുത്തുന്ന ഡോക്ടർമാർ ഇല്ലെങ്കിൽ മറ്റ് അനുബന്ധ ജീവനക്കാർ, അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാവുന്നു? അന്വേഷണം ഒരു പരിശോധന എന്ന പ്രഹസനമല്ലാതെ അതിനപ്പുറത്ത് കൃത്യമായ നടപടി, വീഴ്ച വരുത്തിയവർക്കെതിരെയുള്ള നടപടികളുമായി സുധീഷ് ഒന്ന് തുടരും. ഇപ്പോൾ BJP വക്താവ് റെജി ലൂക്കോസ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സംസ്ഥാനത്ത് വലിയ പ്രതിഷേധം ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസവത്തിനിടയിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്ന സംഭവങ്ങൾ, മറ്റ് ചികിത്സാ പിഴവുകൾ, അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം വ്യാപകമായ പ്രതിഷേധം ആരോഗ്യവകുപ്പിനെതിരെ ഉയരുന്ന ഈ ഘട്ടത്തിൽ വീണ്ടും ഇപ്പോൾ ആലപ്പുഴയിൽ നവജാത ശിശു മരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. അങ്ങനെ എങ്ങനെയാണ് ഈ വളരെ ഗുരുതരമായ സാഹചര്യത്തെ പറ്റി പ്രതികരിക്കുന്നത്? അതായത് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്കെതിരെ എന്തൊക്കെയോ നീങ്ങുന്നു എന്ന് പറഞ്ഞൊരു പ്രഹസനപരമായ രീതിയിലുള്ള പ്രകടനങ്ങളും പ്രസ്താവനകളും CPM നടത്തുക. പക്ഷെ നേരെ തിരിച്ചാണ് വസ്തുത എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കൂ, എല്ലാ ദിവസവും തന്നെ രോഗികൾ മരിക്കുന്ന, കുട്ടികളുടെ കൈ മുറിച്ചു കളയുന്നു, ഗർഭസ്ഥ ശിശു സർജറിയിലൂടെ പുറത്തിറക്കുമ്പം മരിച്ചു പോകുന്നു, ഗർഭത്തിലൂടെ കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഉപകരണങ്ങൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ രോഗിയുടെ വയറിനുള്ളിൽ വെച്ച് മറന്നു പോവുക, അത് സ്റ്റിച്ച് ചെയ്യുക, വർഷങ്ങൾക്ക് ശേഷം അത് കണ്ടുപിടിക്കുക. ഇത്ര ഒരു പരമ്പര തന്നെ കഴിഞ്ഞ് കുറെ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഹർഷിത എന്ന് പറയുന്ന സ്ത്രീയുടെ കഥ ഏറ്റവും ദയനീയമാണ്. ഇപ്പൊ താമരശ്ശേരി
താലൂക്ക് ആശുപത്രിയിൽ ആ കുട്ടിയുടെ വയറ്റിൽ ഒരു കത്രിക കിടന്നിട്ട് 6 വർഷങ്ങൾക്ക് ശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കണ്ടുമുട്ടിയത്. പക്ഷെ അതിനുശേഷവും സർക്കാർ ഈ പെൺകുട്ടിയോട് ചെയ്ത ക്രൂരമായ അവഗണന, അതുപോലെ തന്നെയാണ് അത്തരം കഥകളുടെ പരമ്പര. ഇവിടെ എനിക്ക് ഓർക്കുന്ന ഒരു സംഭവം, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ശോഭാ സുരേന്ദ്രൻ ഒരു പത്രസമ്മേളനം നടത്തി. അമേരിക്കയിലെ ഒരു സ്വകാര്യ ആശുപത്രി ശൃംഖലയുടെ ഒരു സബ്സിഡിയറി കമ്പനിയിൽ നിന്നും കേരളത്തിലെ CPM 4 കോടി രൂപ സംഭാവന സ്വീകരിച്ചു എന്ന് പറയുന്ന അതീവ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടൊരു മറുപടി പോലും CPM നൽകാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാം. CPMന്റെ താത്വിക പരമായ രീതിയിൽ കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതെന്നും പുതിയൊരു താത്വിക ആചാര്യന്റെ വേഷത്തിൽ കേരളത്തിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ മുമ്പിൽ പലതും അവതരിപ്പിക്കുന്ന M സ്വരാജ് ഈ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അമേരിക്കയിൽ ആസ്ഥാനമായിട്ടുള്ള കുറെ വലിയ സ്വകാര്യ വ്യവസായികൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു ചോദ്യം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. CPMന് സംഭാവന നൽകിയ ശോഭാ സുരേന്ദ്രന്റെ ആരോപണം ഇതിന്റെ പ്രസക്തിയോട് വർദ്ധിക്കുകയാണ്. അമേരിക്കയിൽ നിന്നും അങ്ങനെ ഇവിടെ വന്ന് ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികൾ വാങ്ങിക്കുന്ന വമ്പൻ വ്യവസായികളുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, കേരളത്തിലെ സർക്കാർ സേവനങ്ങൾ, സർക്കാർ ആശുപത്രികളിൽ നിന്ന് രോഗികളെ ഇത്തരം സ്വകാര്യ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടാനായിട്ടുള്ള ഒരു തന്ത്രമാണോ എന്ന് നമ്മൾ ഇതിനകത്ത് സംശയിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ എനിക്ക് തന്നെ അറിയാം, ഈ സ്വരാജ് എന്ന് പറഞ്ഞ വ്യക്തി കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും ദിവസങ്ങളോളം നീണ്ട ഒരു സന്ദർശനം നടത്തിയിരുന്നു. എന്തായാലും അതിന് ചിത്രങ്ങൾ ചെയ്തുകൊണ്ട് എന്റെ സുഹൃത്തിന് എനിക്ക് അയച്ചു തന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ. അപ്പൊ ഞാനിത് പറയാൻ കാരണം ഇവരുടെയൊക്കെ ഈ യാത്രകളിൽ ഒരുപാട് ദുരൂഹതയുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള വ്യവസായികൾ അല്ലെങ്കിൽ അവിടുത്തെ വമ്പൻ വ്യവസായികൾ കേരളത്തിൽ വന്ന് ആശുപത്രികൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിക്ഷേപത്തിന് തക്കതായ റിട്ടേൺ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലുള്ള ഒരു പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സ്വകാര്യ ആശുപത്രികൾ വിലയ്ക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലേക്ക് രോഗികൾ ഒഴുകുന്നതിന് തടഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഭീമന്മാരായ സ്വകാര്യ ആശുപത്രികളിലേക്ക് രോഗികൾ പ്രവേശിക്കത്തുള്ളൂ. നമുക്കറിയാം, ഒരു സ്വകാര്യ ആശുപത്രിയിൽ രോഗി എന്ന് കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ സാമ്പത്തികപരമായിട്ട് ഭീകരമായ രീതിയിലുള്ള തട്ടിപ്പുകളാണ് നിസ്സാര രോഗത്തിന് പോലും ഇവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ CPM എന്നുള്ള രാഷ്ട്രീയ കക്ഷി, അത് ഭരിക്കുന്ന സർക്കാരും ഇതിന് ഉത്തരം പറയാൻ ബാധ്യതയില്ലേ? അവിടെയാണ് ബഹുമാനപ്പെട്ട ശോഭാ സുരേന്ദ്രന്റെ ഈ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ അവർ ഉന്നയിച്ചതിന്റെ അതീവ ഗൗരവമായിട്ടുള്ള പ്രസക്തിയോട് വർദ്ധിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, മലയാളി ഇതൊന്നും തിരിച്ചറിയത്തില്ല. ആഗോള ഭീമന്മാർക്കും മുതലാളിത്ത ചങ്ങാത്തത്തിനും എതിരെ നാവെടുത്ത 40 വട്ടം പ്രസംഗിച്ചു നടക്കുന്ന ഈ ഇടതുപക്ഷം, ഈ CPM എന്നുള്ള രാഷ്ട്രീയ കക്ഷി ഇങ്ങനെ ഒരു പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആരെ സഹായിക്കാനായിട്ടാണ്? തീർച്ചയായിട്ടും ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ കേൾവി പോലും ഇല്ലാതെയുള്ള രോഗികളുടെ മരണങ്ങളും സർജിക്കൽ എക്യുപ്മെന്റ്സ് വയറ്റിൽ വെച്ച് തുന്നിക്കൂട്ടുന്നതിനെ കുറിച്ചും നിത്യേന കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ വരുന്ന വമ്പൻ പിഴവുകൾ, ഈ പിഴവുകൾ വന്നതിന് ശേഷം ഇതിനെ ഒറ്റപ്പെട്ട സംഭവം എന്നും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷെ പോലുള്ള ആളും അതുപോലെ ആരോഗ്യമന്ത്രിയും അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിലും ഇത്തരം ലോബികളുടെ സ്വാധീനം ഉണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ പരിശോധിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു. കേരളത്തിലെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അതുപോലുള്ള ഭീമന്മാർ വന്ന് സ്വകാര്യ ആശുപത്രികൾ വാങ്ങിക്കുമ്പോൾ അവരുടെ ആശുപത്രികളിലേക്ക് കേരളത്തിലെ പാവപ്പെട്ട നിർധനരായ രോഗികളെത്തി അവന്റെ കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നെക്സസ് ഈ സർക്കാരിന്റെയോ ഈ പാർട്ടിയുടെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ശോഭാ സുരേന്ദ്രന്റെ പത്രസമ്മേളനത്തിലൂടെ വെളിച്ചത്ത് വരുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. കൊള്ളക്കാർക്കും വമ്പൻ വ്യവസായ ലോബികൾക്കും വേണ്ടി കേരളത്തിലെ ഒരു രോഗികളുടെ തടവറയാക്കി കേരളത്തിലെ ജനങ്ങളെ ഊറ്റിയെടുക്കാനുള്ള ശ്രമം നിശ്ചയമായിട്ടും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. ഓക്കെ, വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്. നിലപാട് വ്യക്തമാക്കിയതിന് BJP വക്താവ് റെജി ലൂക്കോസ് ആണ് ആലപ്പുഴയിലെ നവജാത ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രതികരിച്ചത്. ആലപ്പുഴയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരണപ്പെട്ടിരിക്കുന്നു. കായംകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഭരണിക്കാവ് സ്വദേശികളായിട്ടുള്ള അതുല്യ അജീഷ് ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത്. അജീഷിന്റെ പരാതിയിൽ കായംകുളം പോലീസ് കേസെടുത്തിട്ടുണ്ട്. മറ്റ് നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. സുധീഷ് ഗോപാലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ചേർന്നത്.